വിശ്വാസികളെ, പരിശുദ്ധനായ മർക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 1 അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു കഫർനഹൂമിലെ സഭയിൽ ഉപദേശിക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന അശുദ്ധാത്മാക്കളുള്ള മനുഷ്യനെ മോചിപ്പിക്കുന്നതുമാണ്. ജനങ്ങൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടു കൂടിയാണ് ഉപദേശിക്കുന്നത്. 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അധികാരമുള്ള വചനം. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ടവർ പറഞ്ഞു, ഇത് പുതിയ ഉപദേശമാകുന്നു. അധികാരത്തോടുകൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. പൗരസ്ത്യ സഭയിൽ ക്രിസ്തുവിൻ്റെ വചനം ഒരു പഠനം മാത്രമല്ല, അത് ജീവനുള്ള ദൈവവചനമാണ്. ദൈവം സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത് പോലെ പ്രകാശമുണ്ടാകട്ടെ, അതുപോലെ യേശുവിൻ്റെ വാക്കുകൾ ആത്മീയ ഇരുട്ടിനെ നീക്കുന്നു. സഭയിൽ നാം കേൾക്കുന്ന സുവിശേഷ വായന, വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ, സങ്കീർത്തനങ്ങൾ ഇവ വെറും ആചാരമല്ല, അതെല്ലാം അധികാരമുള്ള വചനത്തിൻ്റെ പ്രവാഹമാണ്. ഇന്ന് നമ്മുടെ ഇടയിലും അശുദ്ധാത്മാവ് ശരീരത്തിലല്ലെങ്കിലും അസൂയ, ദോഷം, കോപം, അഭിമാനം, വിശ്വാസക്കുറവ് ഇവിടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവേശിക്കുമ്പോൾ അവയൊക്കെ ശാസിക്കുന്നു. 2, അശുദ്ധാത്മാവിൻ്റെ ഭയം. അശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ ദൈവത്തിൻ്റെ വിശുദ്ധനാണ് എന്ന്. ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. പിശാച് യേശുവിനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അനുസരിച്ചില്ല. വിശ്വാസം മാത്രം മതിയായില്ല, അനുസരണമാണ് ആവശ്യം. പൗരസ്ത്യ വിശ്വാസത്തിൽ വിശ്വാസവും ജീവിതവും വേർപിരിയാൻ സാധിക്കാത്തതാണ്. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും വിശ്വാസം പ്രഖ്യാപിച്ച് ആഴ്ച മുഴുവനും ദേഷ്യത്തിലും കപടത്തിലും ജീവിച്ചാൽ അതിൽ യാതൊരു യാഥാർത്ഥ്യവും ശിഷ്യത്വവും കാണുവാൻ സാധിക്കുകയില്ല. 4 ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, സഭയിലെ സാന്നിധ്യം. ക്രിസ്തു ഉപദേശിച്ചത് സഭയിലാണ്. നാം സഭയിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കുവാനായിട്ട് ഇടയാകരുത്. 2, വിശുദ്ധ കുർബാനയുടെ ശക്തി. വിശുദ്ധ കുർബാനയിൽ നാം ക്രിസ്തുവിൻ്റെ ജീവനെ ഏറ്റെടുക്കുകയാണ്. 3, പരിശുദ്ധ കുമ്പസാരം. അശുദ്ധാത്മാവിൻ്റെ ബന്ധനങ്ങളെ പൊട്ടിക്കുവാനുള്ള ആത്മീയ ആയുധമാണ് പരിശുദ്ധ കുമ്പസാരം. 4, വചനധ്യാനം. ദിവസവും സുവിശേഷങ്ങൾ വായിക്കുവാനും മനനം ചെയ്യുവാനും സാധ്യമായി തീരണം. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കഫർനഹൂമിലെ ആ മനുഷ്യനെ പോലെ നാം യേശുവിൻ്റെ മുമ്പിൽ വരണം. അവൻ ശാസിച്ചാൽ അശുദ്ധാത്മാവ് പുറപ്പെടും. അവൻ സംസാരിച്ചാൽ ഇരുട്ട് മാറും. അവൻ സ്പർശിച്ചാൽ ജീവിതം പുതുതാകും. പ്രിയമുള്ളവരെ, കർത്താവ് അധികാരമുള്ള തൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ സംസാരിക്കട്ടെ. അവൻ്റെ ഉള്ളിൽ അശുദ്ധാത്മാവിനെ ശാസിക്കുമാറാകട്ടെ.